പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ഡിസംബർ 6 സ്വാഭാവികമായിട്ടും സന്നിധാനത്ത് വലിയ രീതിയിൽ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതേസമയം വലിയ ഭക്തജന തിരക്കുമാണ് ഇപ്പോൾ സന്നിധാനത്ത് നിന്ന് കാണാൻ സാധിക്കുന്ന കാഴ്ചകൾ. അരുൺ കൊടുങ്ങൂർ തയ്യാറാണ് വിശദാംശങ്ങൾ നൽകാനായി. അരുൺ, ഗുഡ് മോർണിംഗ്. സന്നിധാനത്ത് വലിയ തിരക്കാണ്. യെസ്, അരുൺ തയ്യാറാവുന്നതാണ്. സന്നിധാനത്തെ കാഴ്ചകളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ തിരക്കാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. അരുൺ കൊടുങ്ങൂർ, കേൾക്കാമോ അരുൺ? യെസ്, അരുൺ കൊടുങ്ങൂരാണ് വിശദാംശങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുന്നത്. വലിയ തിരക്ക്, ഒപ്പം തന്നെ ഇന്ന് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും സന്നിധാനത്തും ശബരിമലയിൽ വിശേഷിച്ചൊക്കെ കൃത്യമായി തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. കേരള പോലീസും ഒപ്പം തന്നെ കേന്ദ്രസേനയും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ, അരുൺ പറയൂ. ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് ശബരിമല സന്നിധാനമുള്ളത്. ഇന്നലെ 1 ലക്ഷത്തോളം ഭക്തരാണ് ഭഗവാനെ ദർശിക്കാനായി എത്തിയത്. ഇന്ന് ഡിസംബർ 6 എന്തായാലും അത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഡിസംബർ 6 എന്നുള്ള ദിവസത്തിന് പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ സന്നാഹമാണ് ഇന്നലെ ഉച്ച മുതൽ തന്നെ ആ സുരക്ഷാ സന്നാഹത്തിൻ്റെ ഭാഗത്തേക്ക് ശബരിമല എത്തിയിരുന്നു. പക്ഷേ ഭക്തർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ തടസ്സങ്ങളോ ഇല്ലാതെ ആ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കുമെന്നായിരുന്നു അധികൃതർ പറഞ്ഞത്. അതിനുള്ള ഒരു ക്രമീകരണങ്ങൾ പ്രത്യേകിച്ച് കേന്ദ്രസേന, അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസ് ഇവരുടെ നേതൃത്വത്തിൽ സംയുക്തമായാണ് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കുന്നത്. അത് കൃത്യമായുള്ള പരിശോധനകൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഭക്തർക്ക് ചില നിയന്ത്രണങ്ങളുണ്ട്. നമുക്കറിയാം, ഈ ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തർക്ക് നെയ്യഭിഷേകം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഭക്തർക്ക് തന്നെ നേരിട്ട് ശ്രീകോവിലേക്ക് എത്തി ആ ഒരു നെയ്യഭിഷേകത്തിലുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് സുരക്ഷാ കാരണങ്ങൾ ഉള്ളവർ തന്നെ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നും രാത്രി 18-ാം പടി കയറുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് കൃത്യമായ പരിശോധനകൾക്ക് ശേഷമാണ് ആ ഭക്തരെ കടത്തിവിടുന്നത്. നട അടച്ചതിന് ശേഷം 18-ാം പടി കടത്തിവിടില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. കർശന സുരക്ഷാ വലയത്തിലേക്കാണ് ശബരിമല സന്നിധാനം ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം 170 പേരടങ്ങുന്ന RAF, അതോടൊപ്പം തന്നെ NDRF, 1500ഓളം പോലീസുകാർ, അങ്ങനെയാണ് ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത്. ഇന്നലെ റൂട്ട് മാർച്ച് അടക്കം നടത്തിക്കൊണ്ട് എല്ലാ ഇടങ്ങളിലും പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. പതിവിന് വിപരീതമായി ഡിസംബർ 6 വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇതുവരെ 40,000-ഓളം ഭക്തരാണ് ഭഗവാനെ ദർശിക്കാൻ ആയി എത്തിയിരിക്കുന്നത്. പുലർച്ചെ 3 മണിക്ക് നട തുറന്നപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് അനുഭവപ്പെടുകയാണ്. ആ ഭക്തജന തിരക്ക് തുടരുകയാണ്. ഇന്നലെ 1 ലക്ഷത്തോളം ഭക്തരാണ് ഭഗവാനെ ദർശിക്കാനായി എത്തിയത്. ഇന്നും അതിന് സമാനമായ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുകയാണ്. കർശനമായ നിയന്ത്രണമാണ് ശബരിമലയിലുള്ളത്. അത് ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ശ്യാമ, അരുണ്, അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പം നേരത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ച ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു ഓഡിറ്റിംഗ് നടത്തേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ്. കാരണം നമ്മൾ ഭക്തർക്കൊപ്പം അടിയുറച്ച് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്, ഒരു മാധ്യമ സ്ഥാപനം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടിസ്ഥാന സൗകര്യങ്ങളിലുള്ള മാറ്റങ്ങൾ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശങ്ങൾ വന്നതിന് ശേഷവും ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്, അതുകൂടി ഒന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. തീർച്ചയായും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ഈ ഹൈക്കോടതി പറയും മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ അക്കമിട്ട് ജനം TV നിരത്തിയതാണ്. നമുക്കറിയാം, ആ ലൈവത്തോണിൽ ഈ ഇടത്താവളങ്ങളിൽ എന്താണ് പ്രശ്നങ്ങൾ സംഭവിക്കാൻ പോകുന്നത്, ഇടത്താവളങ്ങളിൽ എന്താണ് ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധികൾ, അത് ഒരു ദിവസം നമ്മൾ കൃത്യമായി തന്നെ ചർച്ച ചെയ്തിരുന്നു. അതിനുശേഷം മണ്ഡലകാലത്തിൻ്റെ തുടക്കത്തിൽ അത് ശബരിമലയിൽ ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ്, ഭക്തർ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്, ഇതിന് അടിയന്തരമായ ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നുള്ള കാര്യങ്ങൾ അത് തെളിവ് സഹിതം നമ്മൾ ആദ്യ ദിവസങ്ങളിൽ കൃത്യമായി തന്നെ പറഞ്ഞത്. പക്ഷേ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല. അതിനുശേഷമാണ് മറ്റ് തിരക്ക് നിയന്ത്രണം ഒക്കെ തന്നെ പാളി വലിയൊരു ഭയാനകരമാകുന്ന സാഹചര്യത്തിലേക്ക് ശബരിമല സന്നിധാനം ഒന്നാകെ പോകുന്ന ഒരു കാഴ്ചകൾ നമ്മൾ കണ്ടത്. ഇതിനുശേഷമാണ് ഹൈക്കോടതിയോടൊരു വലിയ ഇടപെടൽ ഉണ്ടായത്. അത് നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾ, നമ്മൾ കാട്ടിക്കൊടുത്ത ചോദ്യങ്ങൾ, അത് കൃത്യമായി തന്നെ ഹൈക്കോടതിയും കൃത്യമായി തന്നെ ദേവസ്വം ബോർഡിനോട് ചോദിച്ചു. ആ സമയത്ത് തന്നെയാണ് ഒരു ക്രിയാത്മകമായ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, തിരക്ക് നിയന്ത്രണത്തിൻ്റെ കാര്യത്തിൽ, അതോടൊപ്പം തന്നെ മണിക്കൂറുകൾ
റോഡുകളിൽ വരി നിൽക്കുന്ന ഭക്തർക്ക് വെള്ളം കൊടുക്കുന്ന ഒരു സമീപനം, അതോടൊപ്പം തന്നെ ഭക്ഷണം കൊടുക്കുന്ന ഒരു സമീപനം, ആ കാര്യങ്ങളിലേക്കൊക്കെ തന്നെ എത്തിയിരുന്നു. പക്ഷേ ഇപ്പോഴും അത് കഴിഞ്ഞ മണ്ഡലകാലം മുതൽ തന്നെ നമ്മൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് വിരി വെക്കുന്നതിനുള്ള കൃത്യമായ സൗകര്യമില്ലായ്മ. അതൊരു വലിയ പ്രശ്നമായി പ്രതിസന്ധിയായി ശബരിമലയിൽ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് മഴയുള്ള സാഹചര്യങ്ങളിൽ അത് വലിയ പ്രശ്നമാണ് ഭക്തർക്ക് അനുഭവപ്പെടേണ്ടി വരുന്നത്. അതോടൊപ്പം തന്നെ ശൗചാലയങ്ങളുടെ ഒരവസ്ഥ, കോടികൾ മുടക്കി ഒറ്റ ദിവസത്തേക്ക് വേണ്ടി പമ്പാ സംഗമമൊക്കെ നടത്തിയ സർക്കാരാണ്. പക്ഷേ ഇപ്പോഴും ഈ ശൗചാലയങ്ങൾ അത് വരുന്ന വഴികളിലാണെങ്കിലും ശബരിമലയിലാണെങ്കിലും അതോടൊപ്പം തന്നെ ഈ ശൗചാലയങ്ങൾ കൃത്യമായി നിർമ്മിച്ചു നൽകുന്നതിൽ ഒരു വലിയ വീഴ്ച ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പരിമിതമായ സൗകര്യം മാത്രമാണ് ഇവിടെ ഉള്ളത് എന്ന് ഭക്തർ പരാതി പറയുമ്പോഴും അതിൽ കൃത്യമായി ഇടപെടാൻ ദേവസ്വം ബോർഡിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എന്തായാലും ഹൈക്കോടതിയുടെ ഒരു നിർണായകമായ ഇടപെടലാണ് ഈ വിഷയത്തിലുള്ളത്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരു അടിസ്ഥാന സൗകര്യങ്ങളിൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനുള്ള നടപടികൾ, വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം, ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതായത് ഹൈക്കോടതി ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം, 6 മാസങ്ങൾക്ക് മുമ്പെങ്കിലും ശബരിമലയിലെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടതല്ലേ? അതിൽ വന്നൊരു വീഴ്ച, അത് ഗുരുതരമായുള്ള പാളിച്ച, അതുതന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത്. ശ്യാമ. യെസ്, അരുൺ കൊടുങ്ങൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.